പ്രേക്ഷകൻ പറയുന്നു എന്താണ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞതെന്ന് പറയുന്നു. ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒരു വാക്ക് പോലും സൂചിപ്പിച്ചിരുന്നില്ല. രാവിലെ തന്നെ ചാനലിൽ വന്ന് അരുൺ മെഴുകുന്നുണ്ട്. ഞാൻ ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പരാമർശിച്ചില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ അരുണെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ എന്തുകൊണ്ടാണ് ഒരു മതത്തിന്റെ, അങ്ങനെ നീ പൊതുവായി ഒരു രാഷ്ട്രീയ നേതാവിനെ ആരാധിക്കരുത് അല്ലെങ്കിൽ ഭക്തി ഉണ്ടാവരുത് എന്നൊക്കെയാണ് നീ ഉദ്ദേശിച്ചത് എങ്കിൽ എന്തുകൊണ്ടാണ് നീ ക്രിസ്ത്യൻ മതത്തെ മാത്രം അവിടെ കോട്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് നീ മെഴുകുതിരി കത്തിക്കുന്നത് മാത്രം പരാമർശിച്ചത്? എന്തുകൊണ്ടാണ് നീ പുണ്യാളൻ എന്ന വാക്ക് മാത്രം ഉപയോഗിച്ചത്? അപ്പൊ നിന്റെ മനസ്സിൽ ഉമ്മൻചാണ്ടി ഉണ്ട്. നീ അത് പരാമർശിക്കുമ്പോൾ നിന്റെ മനസ്സിൽ ഉമ്മൻചാണ്ടി മാത്രമായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ജനകീയത, ജനങ്ങൾ ഉമ്മൻചാണ്ടിക്ക് നൽകുന്ന ആദരവ്, ബഹുമാനം, സ്നേഹം, ഇതെല്ലാം നിന്നെ ഇത്രമാത്രം അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഇന്നലെ പുറത്തു ചാടി. എന്നിട്ട് അവന്റെ ഉപദേശം ആരെയും ആരാധിക്കുന്ന അവസ്ഥ വരരുത്. രാഷ്ട്രീയത്തിൽ ആരാധന എന്നുള്ളത്, ഭക്തി എന്നുള്ളത് അടിമത്തത്തിന്റെ ലക്ഷണമാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഉമ്മൻചാണ്ടിയെ ഞങ്ങൾ എങ്ങനെ കാണണം എന്നുള്ളത് ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾക്ക് വിടുക. ഓക്കെ, ഞങ്ങൾ ചിലപ്പോൾ അവിടെ പോകും, ഉമ്മൻചാണ്ടിയോട് ഞങ്ങൾ പലതും പറയും, ഉമ്മൻചാണ്ടിയുടെ അരികിൽ മെഴുകുതിരി കത്തിക്കും. ഇതെല്ലാം ഓരോ പ്രവർത്തകന്റെയും അവിടെ വരുന്ന ഓരോ ആളുകളുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ്. നീ കോട്ട് ചെയ്തത് ഒരു മതത്തിന്റെ ആരാധനക്രമം മാത്രമാണ്. എന്നിട്ടും നീ പറയുന്നു ഞാൻ ഉമ്മൻചാണ്ടി എന്ന പേര് അവിടെ പറഞ്ഞില്ലല്ലോ എന്ന്. എന്നാൽ ഇന്ന് കാലത്ത് നൽകിയ വിശദീകരണ വീഡിയോയിൽ തന്നെ ആദ്യഘട്ടത്തിൽ നീ അങ്ങനെ പറഞ്ഞെങ്കിലും രണ്ടാമത്തെ ഘട്ടത്തിൽ നീ തന്നെ ഉമ്മൻചാണ്ടിയിലേക്ക് എത്തി. അതായത് നിന്റെ മനസ്സിൽ ഇന്നലെയും ഇത് പറയുമ്പോൾ ഉമ്മൻചാണ്ടി മാത്രമായിരുന്നു എന്നുള്ളത് ഇന്ന് നീ നൽകിയ വിശദീകരണ വീഡിയോയിൽ വരെ വളരെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇനിയും അവിടെ കിടന്ന് ഉരുളാതെ നിനക്ക് പറ്റിയ തെറ്റ് അത് ഏറ്റു പറയാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ഇനിയെങ്കിലും ഒരു മനുഷ്യനായി ജീവിക്കാനാണ്. ഇങ്ങനെ ഒരുമാതിരി സ്തുതിപാഠകരായിട്ട് അത് കേട്ട് രോമാഞ്ചം കൊള്ളാൻ കുറെ സൈബർ കമ്മികളും നാട്ടിലെ സാധാ കമ്മികളും നിന്റെ ആത്മാർത്ഥമായ ഇടപെടലുകളും വാക്കുകളുമാണെന്ന് ആ പാവങ്ങളും തെറ്റിദ്ധരിക്കുകയാണ്. നീ ഒരു കപടനാണെന്നും നിലനിൽപ്പിനു വേണ്ടിയും രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയും എന്തും പറയും, എങ്ങനെയും സുഖിപ്പിക്കുമെന്ന് അവർക്കൊരു തിരിച്ചറിവുണ്ടാകാൻ വേണ്ടി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. അത്രേ പറ്റൂ. കാരണം നിന്റെ കപടത അവർ തിരിച്ചറിയുന്നില്ല. ഇന്നലെയുമായി സൈബർ കമ്മികളെല്ലാവരും നിനക്ക് അഭിനന്ദനങ്ങൾ വാരിക്കോരി നൽകുകയാണ്. കാരണം നിന്റെ ആത്മാർത്ഥതയോടുള്ള വാക്കുകളാണെന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതൊക്കെ അവർ തിരിച്ചറിയും. കാരണം നിന്റെ കപടമുഖം എല്ലാവർക്കും അറിയാം. പിന്നെ ഇടക്കൊക്കെ നിന്റെ ഈ വായ്ത്താളം കൊണ്ട് നീ പിടിച്ചു നിൽക്കുന്നുണ്ട് ചില ആളുകൾക്കിടയിലെങ്കിലും, അതും തകർന്നു വീഴും. കപടന്മാർ വിജയിക്കില്ല, അവർ പരാജയപ്പെടുക തന്നെ ചെയ്യും.